ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കണ്ടത് ഇപ്പോഴേ ചിരി തുടങ്ങി. കാരണം വേറൊന്നുമല്ല കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. കാരണം നിങ്ങൾ ഇടുന്ന കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞങ്ങളെ ഇത്രയധികം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്, അതെ, സ്നേഹിക്കുന്നതിലൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ഇന്ന് നമ്മുടെ ശരണ്യ ഒരു പുതിയൊരു ഐറ്റം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കണ്ട അപ്പൊ നമ്മുടെ ഈ പഴുത്ത തക്കാളി കൊണ്ട് എന്താണ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു കൊടുത്ത്. നമ്മൾ പഴുത്ത തക്കാളി കൊണ്ട് ഇന്ന് ദോശ ചുടാൻ പോയി. തക്കാളി ദോശ ഇന്നത്തെ തക്കാളി ഒരു ചമ്മന്തി അതെല്ലാം തക്കാളി കറികളെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്ന് തക്കാളി ദോശയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ദോശ തന്നെ നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്കിനി അടുക്കളോട്ട് പോയാലോ? അടുക്കളയിലേക്ക് പോകാം. അപ്പൊ ഇത് പുളി ഉണ്ടാവുക ശരണ്യ തക്കാളി ദോശ? പുളിയൊന്നും കാണത്തില്ല, അതിനനുസരിച്ച് നമുക്ക് തക്കാളി എടുക്കാം. അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ചിന് ദോശയും തിന്നാം, ഒന്നിച്ച് നമുക്ക് അടുക്കളയോട്ടും പോവാം, പാചകവും പഠിക്കാം. അപ്പൊ എല്ലാരും പോലെ. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും വെറൈറ്റി ഐറ്റം പാചകം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടല്ലോ, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് ചിക്കൻ അങ്ങോട്ട് പുതിയ ഐറ്റം ഉണ്ടാക്കാൻ അറിയത്തില്ല, നമ്മുടെ നാടൻ ഭക്ഷണം. അതെ, എന്ത് വേണേലും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയുടെ താഴെ നമ്മുടെ നമ്പർ കിടപ്പുണ്ട്. അതിലൊക്കെ വിളിച്ച് വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പാചകങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ കേക്ക് ഉണ്ടാക്കാനൊന്നും പറയല്ലേ കേട്ടോ, ഓവനില്ല അതുകൊണ്ട് നോക്കായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പൊ ഇന്ന് തക്കാളി ദോശ. ശരണ്യ, നമ്മുടെ തക്കാളി ദോശക്ക് എന്നാക്കെയാണ് വേണ്ടത് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല. എന്തൊക്കെയാണ് കൂട്ടുകാർ? നമ്മുടെ തക്കാളി, അത് പിന്നെ കൂട്ടുകാർക്ക് അറിയാമല്ലേ തക്കാളി എന്നാണെന്ന്. പറഞ്ഞു. ഇഞ്ചി, പച്ചമുളക് അല്ല ശരണ്യ, ഇത് ഉണക്കമുളക് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ രവയും അരിപ്പൊടി, പിന്നെ ഇച്ചിരി സോഡാപ്പൊടി, അത്ര ഐറ്റം മതി. അരിഞ്ഞെടുക്കട്ടെ. കൂട്ടുകാരെ, അങ്ങനെ അതെ അമ്മയും മകളും കൂടിയായി പാചകം അല്ലേ? അമ്മ അമ്മ നമ്മുടെ കൂട്ടുകാർക്കൊരു ഹായ് കൊടുത്തില്ല. ഹായ് മക്കളെ. എന്താന്ന് ശരണ്യ? അപ്പൊ അമ്മ കണ്ടില്ലല്ലോ പുറകിന്ന് വീഡിയോ വന്നതല്ലേ? ഞാൻ കണ്ടില്ല, വീഡിയോ എടുക്കണം ഞാൻ കണ്ടില്ല. അതാ തക്കാളി ശരണ്യയുടെ ഇഷ്ടല്ലേ? 4 മതിയാ. കുറച്ച് ദോശ ചുട്ടാ പോരെ? ജാറിലിട്ടാണ് അരക്കണം. അപ്പൊ നമുക്ക് വലിയ ജാറ് തന്നെ എടുക്കാം. തക്കാളി വെച്ചേക്കട്ടെ. തക്കാളി ഒന്ന് കഴുകി എടുക്കട്ടെ. അങ്ങനെ ശരണ്യ തക്കാളിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന്. തേങ്ങ വേണ്ട. പിന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ചമ്മന്തി വേണം ദോശയുടെ കൂടെ? തക്കാളി ചമ്മന്തിയാ? തക്കാളി സോസ് ആണോ? അല്ല, തേങ്ങ ചമ്മന്തി വേണം. ആദ്യം നമുക്ക് തക്കാളി ദോശ ചൂടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്താൽ പോരെ? ഒന്നുമില്ല, ഇവിടെ കടലക്കറിയാണെങ്കിലും ഇരിപ്പുണ്ട്, അത് മതി. അത് മതി. ശരണ്യ, അമ്മക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോന്ന് അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ചെയ്യാനൊന്നും ഇല്ലേ? നോക്കി നിൽക്കാൻ. നമ്മക്കാണെങ്കിൽ ഇതിന്റെ എത്തും പിടിയും കിട്ടണമില്ലല്ലേ? പിന്നെ കൂട്ടുകാരെ, നമ്മുടെ അച്ഛൻ എന്താന്ന് ചോദിച്ചാൽ അച്ഛന് ഇവിടെ ഇല്ല. അച്ഛൻ ഇപ്പോൾ വരും. അച്ഛൻ ഉറമരം പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ തക്കാളിയൊക്കെ ഇത് മൊത്തം അരിഞ്ഞിട്ടിട്ടൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ? കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ ശരണ്യ തക്കാളി ഇഞ്ചി എല്ലാം കൂടെ വെച്ച് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. റവ അരിപ്പൊടിയും അമ്മ എടുത്ത് വെച്ച് ആ നേരത്തെ ശരണ്യ അരച്ചേണ്ടി വരും. ശരണ്യ, ഒന്നും നമ്മുടെ കൂട്ടുകാരെ അരച്ചതൊന്നും കാണിച്ചില്ല. അരച്ചിട്ടുണ്ട് കണ്ട
കണ്ടോ കൂട്ടുകാരെ? അങ്ങനെ അരച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. റവ അതിലോട്ട് ഇടിയാണ്. ആഹാ, 2 അങ്ങനെയാണല്ലേ? 3 സ്പൂൺ ഇടാം. ആ ഇതിലോട്ട് നമുക്ക് ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കാം. ആ, റവ ഇട്ടായിരുന്നു. റവ ഇട്ടായിരുന്നു. ഇനി അരിപ്പൊടിയും കൂടി ചേർക്കുക. ഇച്ചിരി ഇട്ട് ആ, ബാക്കി നമ്മൾ മാറ്റി വെച്ച് ദേ നമ്മുടെ അമ്മ എത്തി. പിന്നെ നമുക്കൊന്ന് വെച്ചിട്ട് ഇച്ചിരി ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുക്കണം. ആ, എന്നിട്ട് ഇതൊന്ന് അരക്കണം അല്ലേ? ഒന്ന് അരച്ചെടുക്കണം. അതിലോട്ട് ഇത് ശരണ്യ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ആ, അപ്പൊ ഇനി ഇത് അരച്ചണ്ട് വന്നെ അല്ലേ? അരച്ചെടുത്ത് നമ്മുടെ ജാനത്ത് പറ്റുമോന്ന് അറിയാൻ മേല, അല്ലെങ്കിൽ ജാറ് മാറ്റണം തോന്നും. ആ, ഏതായാലും അരച്ചണ്ട് വാ. അമ്മ ആ നേരത്തെ ആ റവ ഒന്ന് അടച്ചു വരും. അടപ്പ് ശരണ്യ അത് ഒന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ അരച്ചെടുത്ത തക്കാളിയും റവയും അരിപ്പൊടിയും കൂടിയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ആ, അപ്പൊ തക്കാളിയും റവയും അരിപ്പൊടി എല്ലാം കൂടി അരച്ചപ്പോ ഈ ഒരു കളറായല്ലേ? വേണ്ടി ഒരു വെള്ളം ഒഴിക്കുക, വേണ്ടാത്തൊരു വെള്ളം ഒഴിക്കണ്ട. ആ, എന്നാലും ദോശയുടെ പരുവത്തിൽ കിട്ടണം. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി എടുക്കാം. അതെ, നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നണം. എന്തോ ഗേറ്റ് തുറക്കണ ഒച്ച കേട്ട്. നോക്കാം അല്ലേ? അങ്ങനെ കൂട്ടുകാരെ ഇതേ കണ്ട നല്ല അടിപൊളിയായിട്ട് അരച്ചു പറഞ്ഞു. അച്ഛൻ വന്ന് കണ്ട എന്താ ഇന്നലെ രാത്രി പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി. തക്കാളി. അതെ അതെ, പറയണ ഞാൻ കേട്ടായിരുന്നു. കണ്ട അച്ഛൻ വന്നപ്പോഴാണ് വീഡിയോ കളർഫുൾ ആയത്. സത്യം, ഇതും കളറാണല്ലോ. അച്ഛൻ വന്നപ്പോ ഇച്ചിരി ഒച്ചേനൊക്കെ ആയല്ലേ? എന്താണ് തക്കാളി ദോശ? ആ, തക്കാളി ദോശ. കളറൊക്കെ നല്ല സൂപ്പർ കളർ. ഇത് നല്ല അടിപൊളിയാണ് ശരി. പിന്നെ നമ്മുടെ ഉപ്പ്. ആ, ഉപ്പിട്ട് പിന്നെ എന്നൊക്കെ ഇട്ടെന്ന് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലോ. ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ മറ്റേ സോഡാപ്പൊടി ഏതാണ്ട് ചേർക്കാൻ പോണതേ ഉള്ളു. ആഹാ, നമ്മൾ ഈ സോഡാപ്പൊടി ഇട്ട് ഇച്ചിരി നേരം മൂടി വെക്കണം. ആ, അപ്പൊ എന്നിട്ട് വേണം ഒരു സ്വല്പം ഇട്ടാ മതി. അങ്ങനെ ഇടുമ്പോ കൂടിപ്പോവും ശരണ്യ. അങ്ങനെ ഇടുമ്പോ കൂടിപ്പോയാ എന്നാ ചെയ്യും? അത് പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ചെയ്യരുതല്ലേ? അതെ അതെ, മൂടി വെക്കണം. അപ്പൊ ഇതില് ഒരു പൊടിക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആഹാ, അച്ഛനാണ് പഠിപ്പിച്ചോണ്ടിരിക്കണല്ലേ ശരണ്യാണ്. കാരണം അച്ഛനറിയാം, കാരണം അച്ഛൻ അപ്പത്തിന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നതാണ്. ആ, അപ്പ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് അല്ലേ? അല്ലേ? അത് കൂട്ടുകാർക്ക് അറിയാവോന്നറിയില്ല. പണ്ട് ഞങ്ങൾക്ക് കല്യാണ ഓർഡർ അല്ലേ, അങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ ഞങ്ങള് അപ്പം ഇഷ്ടം പോലെ ഇണക്കി കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ 5000 അപ്പം വരെ ഒരു ദിവസം. അതെ, എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ 2-3 കല്യാണ ഓർഡർ ഒക്കെ വരും. അപ്പൊ രാവിലെ തൊട്ടാണ് തുടങ്ങി ചെന്നാൽ അവർക്ക് ഒരു 2 മണിക്കൊക്കെ കൊടുക്കണമല്ലോ. കൊടുക്കേണ്ട വേണ്ടി വരുമ്പോ ഒരു 4000. അതൊരു കാലഘട്ടം. ഒരു കാലഘട്ടം ആൾക്കാർ അരമണിയാണെങ്കിൽ കാരണം ഞങ്ങളിങ്ങനെ റൂമിലായിരിക്കുമല്ലോ. കാരണം ആരോടും സംസാരിക്കാൻ നേരമില്ല, അപ്പം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ചട്ടി കറക്റ്റ് തീ വെച്ചിരിക്കുകയാണ്. ഒരു ചട്ടിയെന്ന് അടുത്ത് എടുത്തില്ലെങ്കിൽ ആ അപ്പം കരിഞ്ഞു പോകും. അപ്പം കരിഞ്ഞു പോകാനല്ല പ്രശ്നം. പിന്നെ ആ ചട്ടിയെ പിന്നെ ചുടാൻ പറ്റിയ. അതെ, ഇന്ന് ശരണ്യ ഇല്ല. ശരണ്യ, ഇനി നമുക്ക് അപ്പത്തിന്റെ തുടങ്ങണം. ഞാനും ഇല്ലെന്ന് എല്ലാം കൂടി പോണം. പിന്നെ ഞാൻ സ്ഥലത്തിന്റെ ഒരു കാര്യത്തിന് പോയിട്ട് വന്ന. അപ്പൊ അങ്ങനെയൊക്കെ തിരക്കാം. അപ്പൊ അതെ, നമ്മുടെ ശരണ്യ ആ നേരത്ത് ഇത് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കാം. ഒരു 10-15 മിനിറ്റ് ഇരുന്നോട്ടെ, ഇരിക്കട്ടെ. എന്നാ എന്നിട്ടൊക്കെ കാണിക്കാം. കൂട്ടുകാരെ, ഞങ്ങളൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഞങ്ങൾ പാടത്ത് പോയായിരുന്നു. പാടത്ത് പോയപ്പോൾ കുറച്ച് ചേച്ചിമാരെ കണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാരെ ഞാൻ കുറച്ച് പേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ചേച്ചിമാരെന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളെ പരിചയപ്പെടാനായിട്ടൊക്കെ വന്ന്. അപ്പോൾ ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി. രാജശ്രീ. എൻ്റെ പേര് മഞ്ജുഷ.
ജയശ്രീ കാഞ്ചന. ആഹാ, അടിപൊളി പേര്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് പുഷ്പ. ഞാനിപ്പോ കാണാൻ തുടങ്ങിട്ട് 2-3 ദിവസമായിട്ട് മുട്ട ആ, ഇടിമുട്ട മൊത്തം പച്ചക്കറിയായിരുന്നു. അതെ 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 അതെ. ഞങ്ങളിവിടെ വരും. ഇവിടെ ഈ കരിപ്പാടം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു. ഇവിടെ വരുമ്പോ ഇനിയും കാണാം. ശരി ശരണ്യ, എന്തോ എവിടം വരെ നമ്മുടെ മാവ് പുളിച്ച? നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ? ആ, നല്ല അടിപൊളിയാ. മാവ് പോന്നിയാന്നല്ലോ. പാല് പൊങ്ങിയെന്ന്. മാവ് നന്നായിട്ട് അച്ഛാ, ശരണ്യ പറഞ്ഞു കേട്ടാ, ഞാൻ കേട്ടില്ലേ. പാല് പൊങ്ങിയെന്ന്. മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയാന്നാണ്. അപ്പൊ നമുക്ക് ഇനി അത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാം. അമ്മ ദോശക്കല്ല് വെക്കും. ഇരുമ്പിന്റെ ദോശക്കല്ല നമ്മൾ വെക്കാൻ പോലെ. അതുമേലാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് അവത്തി നമുക്ക് ചുട്ടു നോക്കാം. അതെ, അമ്മതെ കല്ലൊക്കെ കഴുകാനായിട്ട് പോകും. ദോശക്കല്ല് കഴുകി എടുക്കട്ടെ. അങ്ങനെ അമ്മ ദോശക്കല്ല് കൊണ്ടുവന്ന് വെച്ച് ദോശക്കല്ല് വെച്ച് കൊടുത്ത് പിന്നെ ശരണ്യാണ് ചുട്ടുന്നത്. അതെ. വാ ശരണ്യ, കണ്ടോ? നമുക്ക് ദോശയുടെ കൂടെ എന്നാണെന്ന് പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കറിയുടെ കാര്യം അല്ലേ? ഇല്ല, നമുക്ക് കടലയുണ്ട്, പരിപ്പുണ്ട്, ഏത് വേണം? ആദ്യം ഇതൊന്നും എങ്ങനെയാണെന്ന് പരീക്ഷണം നോക്കിയിട്ട് കല്ലേന്ന് പറയുവോ ഇല്ലയോ എന്ന് ശരിയാ. ഇല്ല. നമ്മുടെ അച്ഛനും എത്തിയിരിക്കുകയാണ്. കണ്ടാ, ടൈമായോ ശരി? ടൈമെല്ലാം കഴിഞ്ഞു. ടൈം കഴിഞ്ഞ കൊറേ നേരമായിരുന്നു. കൊറേ സമയമായിപ്പോ. നമുക്ക് നിനക്ക് നോക്കാം. അതെ കൂട്ടുകാരെ, അങ്ങനെ ദേ ശരണ്യതേ കല്ല് എണ്ണയൊക്കെ തൂത്ത്. അപ്പൊ നമുക്ക് ഇനി ഐശ്വര്യമായിട്ട് ചൂടാം. അതെ അതെ, നമ്മുടെ അച്ഛനും അമ്മയും എല്ലാരും ദേ വന്നിട്ടുണ്ട്. ഇത് കാണാനായിട്ട് തന്നെ. അതെ കണ്ടാ, കണ്ടാ, ഇങ്ങനെ അടിപൊളിയായിട്ട് ഒഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റേ ദോശ ചുടണ പോലെ തന്നെ ചുട്ടെടുക്കാം അല്ലേ? എടുക്കാനും എല്ലാം പറ്റും. പറ്റുമല്ലേ? പറ്റുമായിരിക്കും. എൻ്റെ ഒരു കളർ കിട്ടുവാ ശരി? കളറ് കിട്ടുമോ ഇല്ലെന്ന് ഇത് വെന്ത് വേണ്ടായോ? അതെ. ഇപ്പൊ കണ്ടിട്ട് നമുക്ക് നല്ലൊരു ദോശയുടെ ഒരു രീതിയാണ് തോന്നുന്നത്. രീതിയാ കിട്ടുന്നത്. അപ്പൊ ഇനി ഇത് ഇണക്കി കഴിഞ്ഞത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഇതിന്റെ എത്രത്തോളം ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ടേസ്റ്റ് എന്ന് പറയുമ്പോ വേറെ ഒന്നുമില്ല, തക്കാളി അല്ലേ? അതെ അതെ. കളി ഇഞ്ചി പച്ച ദോശ ശരണ്യ ഇവിടെ തകർത്തണ്ടിരിക്കും. അപ്പൊ കണ്ട മറിക്കുകയാണ്. ശരണ്യ കണ്ടാ, ശരണ്യ എന്തോ അടിപൊളി. ഇതല്ലേ? കുറെ കണ്ടത് ഭംഗിയല്ലേ? അതെ അതെ, നേരാണ്. ദേ ഇതിന്റെ പുറം നോക്കണ്ട. മറിച്ചിട്ടപ്പോഴാണ് കാണാനൊരു ഭംഗിയല്ലേ? മറിച്ചിട്ടപ്പോഴാണ് കാണാനൊരു ഭംഗി. ഇതാണ് തക്കാളി ദോശ അല്ല? ആ, ഇതാണ് നമ്മുടെ തക്കാളി ദോശ. തക്കാളി ദോശ ശരണ്യ ഓരോ ഐറ്റം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചിരിക്കും. നല്ല കാര്യം. നല്ല നമ്മളതിന് സ്വാഗതം, പ്രോത്സാഹനം. അതല്ല, സപ്പോർട്ട്. സപ്പോർട്ട്. ഞാനിത് പറഞ്ഞെങ്കിലേ അപ്പൊ ഇത് വെന്താ. വേണ്ടി വന്ന പങ്കെടുക്കാം. ആ, ഇനി ഇത് ഒരെണ്ണം ഒഴിച്ച് മാറ്റിയിട്ട് വേണം അച്ഛനും ഒരെണ്ണം ചുട്ടു നോക്കാനല്ലേ? അതിന്റെ ഇതേ കണ്ട കൂട്ടുകാരൻ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ശരണ്യ, ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് കൂടി അറിയണ്ടേ? ഒരെണ്ണം ഒഴിച്ചിട്ടു. ആ, എന്നാ ഒരെണ്ണം നമുക്ക് കഴിക്കുകയും ചെയ്യാം. ആ, അതെ അതെ. ആ, അപ്പൊ അത് കൂടി ഒന്ന് ഒഴിക്കട്ടെ അല്ലേ? അതെ അതെ. ശരണ്യ കണ്ട് ചടയുടെ എന്നൊക്കെ പറഞ്ഞു. ആണോ? ആ, നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? ഇത് ഈ മുട്ട പിച്ചാത്തി കൊണ്ട് കൈ കൊണ്ട് കീറിയാ മതി ശരണ്യ. ഈ താറാമുട്ടയില്ല, താറാമുട്ട ചില കാമ്പൊക്കെ നല്ല ചുമല ഇരിക്കും. ആ, അതുപോലെ അതുപോലെ തന്നെയുണ്ട്. ശരണ്യ നിൽക്കാനായിരുന്നു. ആ, അപ്പൊ മക്കളെ ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. പുതിയ പലഹാരങ്ങളാണ്, ശരണ്യ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. അതെ. ടേസ്റ്റ് ചെയ്യട്ടെ. ആ, എങ്ങനെയുണ്ട് ശരണ്യ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണല്ലേ? പുളിപ്പൊക്കെ ഉണ്ടാ? പുളിപ്പ് നമ്മൾ കുറച്ചൊക്കെ എടുത്തത്. ആവശ്യത്തിനുള്ള പുളി. ആവശ്യത്തിനുള്ള വെളുപ്പമുണ്ട്, ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? അതെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ വലിയ ചെലവൊന്നും ഇല്ല. അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, കമന്റ്
കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി അടുത്ത വീഡിയോയിലേക്ക് നമ്മളെ ചില കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ പകല് എടുക്കാൻ സാധിക്കുന്നില്ല, വൈകിട്ട് വിളിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും എടുത്തിരിക്കും അല്ലേ? അതെ അതെ, അന്ന് വീഡിയോയിൽ നമ്പർ കിടപ്പുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ വൈകിട്ടൊക്കെ വിളിച്ചാൽ നമ്മൾ എടുക്കും. അഥവാ എടുക്കാൻ താമസിച്ചു പോയാൽ തിരിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.